നല്ല അടിച്ച പൊറോട്ടയോടെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കിയാലോ? സിമ്പിളാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. പൊറോട്ടയ്ക്ക് മാത്രമല്ല, ചപ്പാത്തിക്കും അപ്പത്തിനും ഫ്രൈഡ് റൈസിനും ഒക്കെ പറ്റിയൊരു നല്ല കോമ്പിനേഷൻ. കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, വായോ പെട്ടെന്നുണ്ടാക്കാം. ഒന്നുമില്ലെന്നേ, ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും ഒരു വലിയ സവാള കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളിയും 4 പച്ചമുളകും 8-10 കുതിർത്ത കശുവണ്ടിയും അല്പം വെള്ളവും കൂടെ ചേർത്ത് നല്ല മഷി പോലും അരച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്ത് 1 കിലോ ചിക്കനിലേക്ക് നമ്മുടെ പേസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന 1 കപ്പ് തൈരും ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ഇട്ട് പൊടികളായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തിയും ഒരു നാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എരിവ് കൂടുതൽ വേണ്ടവർ കുറച്ചുകൂടെ കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. എല്ലാം ഓരോരുത്തരുടെ ചോയ്സ് തന്നെ. ഇനി ഒരു പാൻ ചൂടാക്കി 1 ടീസ്പൂൺ നെയ്യും ബാക്കി ഒരൽപ്പം വെളിച്ചെണ്ണയും ചേർത്ത് ഈ എണ്ണ ചൂടായി കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിലേക്ക് ചിക്കൻ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതായത് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത പേസ്റ്റ് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയല്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതേപോലെ അങ്ങ് നിരത്തിയിട്ടിട്ട് ഒരു 3 മിനിറ്റ് വെച്ച് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തിങ്ങെടുക്കാം. നമുക്കിത് ഒത്തിരി നേരം ഇട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട കേട്ടോ. നമുക്ക് എല്ലാ സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കിട്ടാൽ മതി. ഈ പരുവാകുമ്പോൾ എല്ലാം കോരി മാറ്റിക്കോ. ചിക്കൻ്റെ കൂടെ ഫ്രൈ ആയി കിടക്കുന്ന മസാല എല്ലാം ഇങ്ങ് എടുത്തോ. ഇനി അതേ പാനിലേക്ക് അല്പം കൂടെ നെയ്യിട്ട് ഒരു 2-3 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും ഇട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ച ബാക്കി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചൊരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ചിക്കനും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഫ്ലെയിം നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ലോ ടു മീഡിയം കീപ്പ് ചെയ്താൽ മതി കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കറിയുടെ ഒരു തിക്ക് ഗ്രേവി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കുകയും ചെയ്യും, കരിയുകയും ചെയ്യും. കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും. ഗ്രേവി ഒരു അല്പം തിക്കാണ്. ഇന്ന് ലൂസ് ആകാൻ വേണ്ടി നമുക്ക് കുറച്ച് പാലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചാൽ മതി കേട്ടോ, വെള്ളം ഒഴിക്കേണ്ട. സാധാ പശുവും പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഒരു 7-8 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം മുകളിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കുറച്ച് ഫ്രൈഡ് ഓണിയനും ഒരൽപ്പം ഫ്രഷ് ക്രീമും ചോപ്പ് ചെയ്ത ഫ്രഷ് മല്ലിയില ഉണ്ടെങ്കിൽ ഇച്ചിരി മല്ലിയിലയും കൂടെ ഒന്ന് വിതറി ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റി തുറന്നാലുണ്ടല്ലോ, നല്ല ക്രീമി അഫ്ഗാനി ചിക്കൻ ഇവിടെ തയ്യാർ. ഒന്നും പറയാനില്ല, സൂപ്പർ റെസിപ്പിയാണ്, അപാര ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും ചിക്കൻ ഒരേ രീതിയിൽ തന്നെയാണ് വീണ്ടും 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 കറി ഉണ്ടാക്കി കഴിക്കുന്നത്. ഒരു വട്ടം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, സംഭവം അടിപൊളി സാധനമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൊറോട്ടയ്ക്ക് മാത്രമല്ല, ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ പറ്റിയൊരു കോമ്പിനേഷൻ കറിയാണ് ഇത്. അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്യുമല്ലോ അല്ലേ? എങ്കിൽ പിന്നെ ശരി, വീഡിയോ ഇഷ്ടമായില്ലെന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു നല്ല വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.